എല്ലാവർക്കും റീഡിംഗ് സ്റ്റോറീസ് എന്ന മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ശൈലജ ശശീന്ദ്രൻ എഴുതിയ മിഴിനീർ മഴ. കേൾക്കാം, ആസ്വദിക്കാം. ശാന്തം സുന്ദരമർക്കബിംബം സദൃശം ജാജ്വല്യമാനം മുഖം സന്ധാവാർത്തിഹരം മനൂജ്ഞമധുരം നിൻചാരു മന്ദസ്മിതം നിത്യം നിസ്തുല ഭക്തിയാർന്നു ഭഗവൽ പാദാരവിന്ദങ്ങളിൽ ചിത്തം ചേർക്കുവതിന്നു നീ കനിയുവാൻ കൃഷ്ണ നമിക്കുന്നു ഞാൻ, കൃഷ്ണ നമിക്കുന്നു ഞാൻ. അകലെ ക്ഷേത്രത്തിലെ ഉച്ചഭാഷണിയിൽ കൂടി പ്രഭാതസ്തുതി മുഴങ്ങി. എന്നും ഭഗവത് സ്തുതി കേട്ടെഴുന്നേൽക്കുന്ന രാജിക്ക് അന്ന് പായ വിട്ട് എഴുന്നേൽക്കണമെന്നേ തോന്നിയില്ല. അജിനയുടെയും ബിന്ദുവിന്റെയും കെട്ടിപ്പിടിച്ചുള്ള കിടപ്പ് കണ്ടപ്പോ ചിരിക്കാനാണ് തോന്നിയത്. ഇപ്പോഴും കൊച്ചു കുഞ്ഞുങ്ങളാണെന്നാണ് ചിന്ത. അജിന പ്രീ ഡിഗ്രി ആദ്യ വർഷം, ബിന്ദു BA-ക്കും. അകത്ത് വെച്ച് വിളമ്പാൻ വലതും അവശേഷിക്കുന്നുണ്ടോ എന്നൊന്നും അവർക്കറിയണ്ട. കൈ കഴുകി വന്ന മുമ്പിൽ കിട്ടണം, അത്ര തന്നെ. ഈ മാസത്തെ ഫീസ് കിട്ടിയില്ലെന്ന് പറഞ്ഞ് രണ്ടുപേരും മുഖം വെറുപ്പിച്ച് നടക്കുകയാണ്. പാവം അച്ഛൻ 1 കിലോ അരി വാങ്ങിക്കാൻ പോലും കയ്യിൽ കാശില്ലാതെ വലയുകയാണ്. തമ്പാനേട്ടന്റെ കാരുണ്യം കൊണ്ടാണ് ഇത്രയിടം വരെ കഴിഞ്ഞത്. ഇനി എത്ര നാള്? ഒടുവിൽ അദ്ദേഹം കൈയൊഴിഞ്ഞാൽ ഓർക്കുമ്പോ തന്നെ പേടിയാകുന്നു. അയ്യോ ചേച്ചി, ഇനി എഴുന്നേറ്റില്ലേ? ഇന്നിനി ചായ കുടിച്ചിട്ട് കോളേജിൽ പോക്ക് നടക്കുമെന്ന് തോന്നുന്നില്ല. അജിനയുടെ പരിവേദനമാണ് അവളെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത്. ഒരു ദിവസം ചായ കുടിച്ചില്ലെന്ന് വെച്ച് ചത്തുപോകത്തൊന്നുമില്ല. കിടന്നുകൊണ്ട് തന്നെ രാജി പറഞ്ഞു. എന്റെ പൊന്നു ചേച്ചി, ചതിക്കല്ലേ. ഇന്ന് കുളിക്കണ്ട, പല്ല് തേക്കണ്ട എന്നൊക്കെ പറഞ്ഞ കേക്കാം. എന്നാ ഭക്ഷണം മാത്രം കൃത്യമായി കിട്ടണം. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ലേ ഈ കിറുക്ക് കാണുന്നുള്ളൂ. വയസ്സ് 10-20ആയി. ഇന്ന് വരെ ആ തൃക്കൈകൾ കൊണ്ട് ഈ വീട്ടിലെ ചൂലൊന്ന് തൊട്ടിട്ടുണ്ടോ? അകത്തുള്ള പാത്രങ്ങൾ വെടുപ്പാക്കിയിട്ടുള്ള ചരിത്രമുണ്ടോ? രാജിക്ക് ദേഷ്യമാണ് തോന്നിയത്. അതിനെ ചൊല്ലി ചേച്ചി വിഷമിക്കണ്ട. ഇനി മുതൽ ആ പണിയൊക്കെ ബിന്ദു ചേച്ചി ചെയ്തോളൂ, അജിന പറഞ്ഞു. അയ്യടാ, അതങ്ങ് മനസ്സിൽ വെച്ചാ മതി. ഞാൻ പണിയെടുക്കുന്നത് കണ്ട് അങ്ങനെ നീ സൂഹിക്കണ്ട, ബിന്ദു ചൊടിച്ചു. അല്ലെങ്കിലും കുടുംബത്തിലെ മൂത്തവർ തന്നെയാണ് വീട്ടുജോലി ചെയ്യാറ്. അജിന വിട്ടുകൊടുത്തില്ല. ഓ, ഒരു ഇള്ളക്കുട്ടി വന്നിരിക്കുന്നു. ഇങ്ങനെ പോയാ നീ അച്ഛനെ കൊണ്ട് വീട്ടുജോലി ചെയ്യിക്കുമല്ലോ. ഷോ, നിർത്ത്. രാജി തലയിൽ കൈവച്ചു. നിങ്ങളെ കൊണ്ട് തിന്നാനല്ലാതെ മറ്റൊന്നിനും കൊള്ളില്ലെന്ന് എനിക്കറിയാം. എല്ലാത്തിനും കൂടി ഇവിടെ ഉണ്ടല്ലോ ഒരുത്തി. രാജി അടുക്കളയിലേക്ക് നടന്നപ്പോൾ അജിന ബിന്ദുവിനെ നോക്കി ഒന്ന് കണ്ണിറക്കി. പിന്നെ രണ്ടുപേരും പായയിലേക്ക് വീണു. അടുപ്പിൽ തീ പൂട്ടി ചായക്ക് വെള്ളം വെച്ചതിന് ശേഷം രാജി തലേ ദിവസം കുതിരാനിട്ടിരുന്ന വാട്ടുകപ്പ നുറുക്കാനിരുന്നു. കഴിഞ്ഞ മാസം ചെറിയമ്മ വന്നപ്പോ കൊണ്ടുവന്നതാണ്. ഇന്നും കൂടി വെച്ചാൽ അതും തീർന്നു. രാജി ഓർത്തു. അരിപ്പാത്രമാണെങ്കിൽ ഒഴിഞ്ഞു കിടക്കുകയാണ്. അടുക്കള കാലിയായ വിവരം എങ്ങനെയാണ് അച്ഛനോട് പറയുന്നത്? സ്വത്തെന്ന് പറയാൻ ആകെയുള്ളത് 1/2 ഏക്കർ തെങ്ങിൻ തോപ്പാണ്. ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കറിക്കരയ്ക്കാൻ ഒരു മുറി തേങ്ങയില്ല. ഉണ്ടായിരുന്നത് മുഴുവൻ വിറ്റിട്ടാണ് വീടിനു വേണ്ടി ബാങ്കിൽ നിന്ന് എടുത്തിട്ടുള്ള ലോണിന്റെ പലിശ അടച്ചത്. പലിശ അടച്ചത് തന്നെ ഇപ്പോൾ മുതലിനോടൊപ്പം ആയിട്ടുണ്ടാവും. അടയ്ക്കാൻ കുറച്ചൊന്ന് വൈകിയ കുഞ്ഞുങ്ങളെ ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കുന്നത് പോലെ ഉടൻ വന്നു ജപ്തി നോട്ടീസ്. ഈശ്വരാ, ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമോ ആവോ? രാജിക്ക് തല പെരുക്കുന്നത് പോലെ തോന്നി. രാജി! ഉമ്മറത്തു നിന്ന് കമ്മാരന്റെ വിളി. ദാ വരുന്നച്ചാ. രാജി ഉമ്മറത്തേക്ക് ഓടി. പിള്ളേര് എഴുന്നേറ്റോ? കമ്മാരൻ ചോദിച്ചു. ഊവച്ചാ, ഇന്ന് തീർച്ചയായും ഫീസ് കൊടുക്കാമെന്ന് ഞാൻ അവർക്ക് വാക്കു കൊടുത്തിരുന്നു. അതിന്റെ സന്തോഷത്തിലായിരിക്കും അവർ. കമ്മാരന്റെ ദൃഷ്ടി പുറത്തേക്ക് നീണ്ടു. അച്ഛൻ ഇന്നലെ വാഴക്കുലകൾ കൊണ്ടുപോയിട്ട് ആ വാഴക്കുലകൾ മനസ്സിൽ കണ്ടുകൊണ്ട് മാത്രമാണ് ഞാൻ അവർക്ക് വാക്കു കൊടുത്തത്. പക്ഷേ എന്തു പറ്റിയച്ചാ? തമ്പാന്റെ പീടിക മറികടന്ന് വേറെ എവിടെയെങ്കിലും ചരക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? നാളെയും നമുക്ക് അവിടുന്ന് കടം വാങ്ങിക്കേണ്ടതല്ലേ?
രൂപ 5000-നടുത്ത് ഇനിയും അവന് കൊടുക്കാനുണ്ട്. അതുകൊണ്ടാ അവിടെ തന്നെ കൊടുക്കാമെന്ന് വെച്ചത്. കുലുകളൊക്കെ തൂക്കിയെടുത്തിട്ട് കയ്യിൽ ബില്ലും വെച്ച് തന്നിട്ട് അവൻ പറയുക, ഇതിൽ നിന്നും ഒറ്റ പൈസ ചോദിച്ചേക്കില്ലെന്ന്. കടം കണക്കിൽ കഴിഞ്ഞൂന്ന്. പിന്നെ ഇരുന്ന് വാങ്ങിക്കാൻ എന്റെ മനസ്സ് അനുവദിച്ചുമില്ല. ചാലക്കിൽ കുടുംബക്കാർ ഏരപ്പാളികളാണെന്ന് നമ്മളായിട്ട് പറയിക്കാൻ പാടില്ല മോളെ. നിനക്ക് അച്ചാച്ചനെ അറിയില്ലാലോ? വലിയ അഭിമാനിയായിരുന്നു അദ്ദേഹം. ചാലക്കിൽ മേസ്തിരിന്നാണ് അച്ഛനെ എല്ലാവരും വിളിക്കാറ്. കാക്കി ട്രൗസറും ബനിയനുമായിരുന്നു അച്ഛന്റെ സ്ഥിരം വേഷം. ആകെ 2-3 എണ്ണമേ കാണൂ. അത് തന്നെ പലയിടത്തും തുന്നിക്കെട്ടിയത്. ഞങ്ങള് പിള്ളേർക്കാണെങ്കിൽ ഇഷ്ടം പോലെയാ ഉടുക്കാൻ. ഒന്ന് കീറിയാൽ ഉടൻ മറ്റൊന്ന്. എന്താണെന്നറിയോ? കൂമ്പാള കോണകം. കവിങ്ങിൻ തോട്ടത്തിൽ പുതുതായി വീഴുന്ന കൂമ്പാള പെറുക്കി കോണകമെടുക്കും. അതിന് കാശ് എണ്ണി കൊടുക്കണ്ടല്ലോ. അത്രയ്ക്ക് ദാരിദ്ര്യമായിരുന്നു വീട്ടിൽ. അച്ഛൻ എന്തിനാണ് ഇപ്പോഴിതൊക്കെ പറയുന്നത്? രാജി ചോദിച്ചു. അത് കേട്ടില്ല എന്ന മട്ടിൽ കമാരൻ തുടർന്നു. എന്നിട്ടും ഉള്ളവർ എന്തെങ്കിലും വച്ച് നീട്ടിയാൽ അത് കൈകൊണ്ട് തൊടിയിക്കില്ലായിരുന്നു അച്ഛൻ. ആ അച്ഛന്റെ മോൻ തന്നെയല്ലേ ഞാൻ. മക്കൾക്ക് വേണ്ടിയിട്ട് ഈ അച്ഛന്റെ അഭിമാനം പണയം വെക്കണോ? മോള് പറ, ഞാൻ എന്താ വേണ്ടേ? അയാളുടെ കണ്ണിൽ നിന്നും വെള്ളം വരാൻ തുടങ്ങിയിരുന്നു. എന്താ അച്ഛത്? ഇതിനു മാത്രം ഇപ്പോഴെന്താ ഇവിടെ ഉണ്ടായത്? ഇനി എന്തുണ്ടാവാൻ? 5 പൈസയ്ക്ക് ഗതിയില്ലാണ്ടായില്ലേ എനിക്ക്. മോക്ക് ചിങ്ങത്തിലേക്ക് 22 വയസ്സ് പൂർത്തിയായി. നിരനിരയായി 3 എണ്ണമാ ഉള്ളേ. നിങ്ങൾക്കൊക്കെ എന്ത് തന്നാ മറ്റൊരുത്തന്റെ കയ്യിൽ പിടിച്ചേൽപ്പിക്കുക? അച്ഛൻ ആവശ്യമില്ലാത്തതൊന്നും ചിന്തിക്കാതെ വന്ന് ചായ കഴിക്കാൻ നോക്ക്. അകത്തേക്ക് നടക്കാൻ തുടങ്ങിയതായിരുന്നു രാജി. അപ്പോഴാണ് കമ്മാരന്റെ പിൻവിളി. മോളെ, അച്ഛന്റെ ഇല്ലായ്ക പിള്ളേരെ പറഞ്ഞൊന്ന് മനസ്സിലാക്കിപ്പിക്കണം. ഈ ആഴ്ച കൂടി ഒന്ന് കഴിഞ്ഞോട്ടെ. അച്ഛൻ എങ്ങനെയെങ്കിലും ഫീസിനുള്ള കാശ് കൊടുത്തേക്കാം. അടുക്കളയിൽ ചെന്നപ്പോൾ ബിന്ദുവും അജിനയും പ്രാതലിന് മുമ്പിലുണ്ട്. രണ്ടുപേരുടെ മുഖത്തും തെളിച്ചമില്ല. എന്താ മുഖത്തൊരു വാട്ടം പോലെ? രാജി ചോദിച്ചു. ഓ, ഒന്നുമില്ല. നിത്യവും വാട്ടുകപ്പയല്ലേ ഭക്ഷണം, അതുകൊണ്ടായിരിക്കും മുഖവും വാടിപ്പോയത്. ബിന്ദുവിന്റെ കമന്റ് രാജിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. മക്കള് പേടിക്കണ്ട, വാട്ടുകപ്പ ഇട്ട് വെച്ച പാത്രവും കാലിയായി. ഇനി എല്ലാവർക്കും വട്ടത്തിലിരുന്ന് പ്ലേറ്റ് നിരത്തിയിട്ട് അതിലുള്ള വായു ഭക്ഷിക്കാം. പെട്ടെന്ന് വയറ് നിറയും. ഈ കൂടെയുള്ള വിശപ്പും ഉണ്ടാകില്ല. അഹഹഹ, ചേച്ചിക്ക് തമാശ പറയാൻ അറിയാമല്ലോ. അജിന കുലുങ്ങി ചിരിച്ചു. ഞാൻ പറഞ്ഞത് കാര്യം തന്നെയാ. നിങ്ങള് തമാശയായി കൂട്ടിയത് എന്റെ കുറ്റമല്ലല്ലോ. ചോദിക്കുമ്പോ സാധനങ്ങൾ കടം തരുന്ന ഒരു തമ്പാനേട്ടനുണ്ടായിരുന്നത് കൊണ്ട് ഇന്ന് വരെ അന്നത്തിന് മുട്ടില്ലാതെ കഴിഞ്ഞു. ഇപ്പോ അദ്ദേഹത്തിന് മുഷിച്ചിൽ തോന്നി തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഉള്ളത് ചേനയായാലും ചേമ്പായാലും മടികൂടാതെ കഴിക്കാൻ ശീലിക്കണം. ഇല്ലെങ്കിൽ പട്ടിണി കിടക്കാനും. ചേനയും ചേമ്പും ചേച്ചി തിന്നാ മതി, ഞങ്ങളെ കൊണ്ട് തീറ്റിക്കണ്ട. ബിന്ദുവിന് ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു. നിങ്ങൾക്കിന്ന് ഫീസ് തരാമെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. രാജി വിഷയം മാറ്റി. രൂപ കിട്ടിയില്ലെന്ന് പറയാനാ അച്ഛൻ എന്നെ വിളിച്ചത്. എങ്കിൽ ഞങ്ങൾ ഇനി പോകുന്നുമില്ല. രണ്ടുപേരും വാശിയിലായി. അച്ഛന്റെ അവസ്ഥ നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തെ? പാവം മനസ്സ് നീട്ടിക്കൊണ്ടാ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. അതറിയാത്തത് കൊണ്ടൊന്നും അല്ല. കോളേജിൽ ഫീസ് കൊടുക്കാത്തവരായി ഇനി നമ്മൾ രണ്ടുപേരും മാത്രമേ കാണൂ. നാണക്കേട് മറച്ചു വെച്ചുകൊണ്ടാണ് ക്ലാസ്സിലിരിക്കുന്നത്. കൂട്ടുകാരികൾ തമ്മിൽ കുശുകുശുക്കുന്നുണ്ടെങ്കിലോ പരസ്പരം ചിരിതൂകുന്നുണ്ടെങ്കിലോ മനസ്സിടറും. കളിയാക്കുകയാണെന്ന് ഓർത്തിട്ട്. ബിന്ദു കരച്ചിലിന്റെ വക്കോളം എത്തിയിരുന്നു. അത് കണ്ടപ്പോൾ രാജിക്കും വിഷമം തോന്നി. നമ്മുടെ അച്ഛനെ ഓർത്തിട്ട് ഇന്നേക്കു കൂടി നിങ്ങൾ ക്ഷമിക്കണം. നാളെ എന്നൊരു ദിവസമുണ്ടെങ്കിൽ ഈ ചേച്ചി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കാശ് കിട്ടിയിരിക്കും. ചേച്ചിയല്ലേ പറയുന്നത്? അച്ഛനെ വിഷമിക്കാതെ ഇന്ന് നിങ്ങൾ ചെല്ല്. വാക്കാണല്ലോ. അച്ഛനക്ക് സംശയം. ചേച്ചി പാഴ്വാക്ക് പറയാറില്ലല്ലോ മോളെ, രാജി പറഞ്ഞു. കോളേജിലേക്ക് പോകുന്ന അജിനെയും ബിന്ദുവിനെയും നോക്കി കമ്മാരൻ നെടുവേർപ്പെട്ടു. അയാളുടെ ഇരിപ്പ് കണ്ടപ്പോൾ രാജിക്ക് വല്ലാത്ത നൊമ്പരമുണ്ടായി. അച്ഛൻ സങ്കടപ്പെടേണ്ട, രൂപ നാളെ കൊടുക്കാം. നാളെ തന്നെ? എങ്ങനെ മോളെ? ഓ, ഇത് കൊണ്ടുപോയി പണയം വെച്ചാ മതി.
അവർക്ക് ഫീസിനുള്ള കാശ് എന്തായാലും കിട്ടാതിരിക്കില്ല. കഴുത്തിൽ കിടന്ന ചെറിയ മാല ഊരി അവൾ കമ്മാരന് നേരെ നീട്ടി. മോളത് കഴുത്തിൽ തന്നെ ഇട്. നിന്റെ ദേഹത്തിൽ ആകെയുള്ളൊരു പൊന്തരിയാ അത്. അത് വേണ്ട. അച്ഛൻ വേറെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാം. കമ്മാരൻ പറഞ്ഞു. വേണ്ടച്ച, ഞാൻ അവർക്ക് വാക്കു കൊടുത്തുപോയി. പിന്നെ പൊന്നണിഞ്ഞാലേ പെണ്ണാവൂ എന്നൊന്നുമില്ലല്ലോ. ഇപ്പോ നമ്മുടെ ആവശ്യം നടക്കട്ടെ. എന്നാലും എന്താ അച്ഛനും മകളും കൂടി ഒരു ഗൂഢാലോചന? അയാൾ പറഞ്ഞു പൂർത്തിയാക്കിയില്ല. രഘു അവിടെ എത്തി. അകന്ന ബന്ധത്തിലുള്ളതാണെങ്കിലും ആ വീട്ടിൽ വരുവാനും അവരുടെ വിവരങ്ങൾ അന്വേഷിക്കാനും അവൻ മാത്രമേ ഉള്ളൂ. രഘുവിനെ കണ്ടതോടെ രാജി മാല ചുരുട്ടി കൈവെള്ളയിൽ പൂട്ടി. ഏയ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. രഘു ഇവിടത്തേക്ക് തന്നെയല്ലേ? ഞാനിന്ന് പുറത്തോട്ടിറങ്ങി വരാം. കമാരൻ അവിടെ നിന്നിറങ്ങി. രഘു ഇരിക്ക്, ഞാൻ കാപ്പി എടുക്കാം. രാജി പെട്ടെന്ന് അകത്തേക്ക് കടക്കാൻ ഒരുങ്ങി. രാജി. രഘുവിന്റെ നേർമേനയുള്ള വിളി കേട്ട് രാജി അവിടെ നിന്നു. ഫീസ് കൊടുക്കാൻ കാശില്ലെങ്കിൽ രാജിക്ക് എന്നോട് ചോദിക്കാമായിരുന്നില്ലേ? അതിന് ആ മാല പണയം വെക്കണോ? ഒരു നിമിഷം രാജിക്ക് ഉത്തരം നഷ്ടപ്പെട്ടു. കൈവെള്ളയിൽ ചുരുട്ടിക്കൂട്ടിയ മാല രഘു കണ്ടില്ലെന്നാണ് കരുതിയത്. രാജിക്ക് ഞാനൊരു അന്യനാണെന്ന് തോന്നലുണ്ടോ? രഘു ചോദിച്ചു. എന്താ രഘു ഇങ്ങനെയൊക്കെ? നിനക്ക് എന്റെ വിഷമം പറഞ്ഞാൽ മനസ്സിലാകില്ല. ദാരിദ്ര്യത്തിന്റെ അവസാന പടവുകളിലാണ് ഞങ്ങളിപ്പോ. എപ്പോഴാണ് തെന്നി താഴെ വീഴാന്ന് ദൈവത്തിന് മാത്രമേ നിശ്ചയമുള്ളൂ. അജിനയ്ക്കും ബിന്ദുവിനും മാസം തോറും ഫീസ് കൊടുക്കാൻ തന്നെ നല്ലൊരു തുക വേണം. പിന്നെ വീട്ടു ചെലവും കടങ്ങളും. ഇത്തിരി പോന്ന ഈ തെങ്ങിൻ തോപ്പിൽ നിന്ന് കിട്ടുന്ന വരുമാനമല്ലാതെ മറ്റെന്തുണ്ട് ഒരു ജീവിതമാർഗം? ആകെയുള്ളൊരു പ്രതീക്ഷ അജിനയിലും ബിന്ദുവിലുമാണ്. അവർക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടിയിട്ട് വേണം ഈ കുടുംബം രക്ഷപ്പെടാൻ. അതുവരെ എങ്ങനെയെങ്കിലും അവരെ ഒന്ന് പഠിപ്പിക്കണ്ടേ? അതെങ്ങനെ എന്നുള്ള വേവലാതിയിലാണ് ഞാൻ. ഇപ്പോ ഒരു തൂപ്പുകാരിക്ക് വേണം SSLC യോഗ്യത. അപ്പോ 7ാം ക്ലാസ് വരെ പഠിച്ച് എനിക്ക് എന്ത് കിട്ടാനാണ്? രാജിയുടെ ശബ്ദത്തിന് വന്ന ഇടർച്ച രഘു അറിയുന്നുണ്ടായിരുന്നു. നീ വിഷമിക്കേണ്ട, ഒക്കെത്തിനും ഒരു വഴിയുണ്ടാവും. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ദാ ഇത് വെച്ചോ. രഘു പോക്കറ്റിൽ നിന്ന് കുറച്ച് രൂപയെടുത്ത് അവൾക്ക് നേരെ നീട്ടി. അനിയത്തുമാരുടെ ആവശ്യത്തിന് വേണ്ടി ആഭരണം പണയം വെക്കുകയൊന്നും വേണ്ട. കാശിന് ആവശ്യമുള്ളപ്പോ എപ്പോ വേണമെങ്കിലും എന്നോട് ചോദിക്കാം. വെറുതെ ഒന്നുമല്ല, നിങ്ങൾക്കുണ്ടാവുന്ന സമയത്ത് പലിശ സഹിതം തിരികെ വാങ്ങിച്ചോളാം. എത്ര അടക്കിയിട്ടും രാജിക്ക് അത് വാങ്ങാതിരിക്കാനായില്ല. അന്ന് രാജിക്ക് ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു. ഒന്ന് കണ്ണടഞ്ഞു പോയാൽ ഫീസിനു വേണ്ടി മുഖം വെറുപ്പിച്ച് നടക്കുന്ന അനിയത്തിമാരുടെ മുഖവും കാശിനു വേണ്ടി അലയുന്ന അച്ഛന്റെ ശോഷിച്ച രൂപവുമാണ് മനസ്സിൽ. അങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നതിനിടയിലാണ് അവളുടെ മനസ്സിലേക്ക് ആ ആശയം കടന്നു വന്നത്. ചെറിയമ്മയ്ക്ക് ഓപ്പറേഷൻ കഴിഞ്ഞു കിടക്കുന്ന കാലത്ത് വീട്ടുജോലിക്കായി ചെറിയച്ഛൻ വന്ന് തന്നെ കൂട്ടിക്കൊണ്ടുപോവുകയുണ്ടായി. പറയത്തക്ക ജോലിയൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അടുക്കള ജോലി പകുതിയിലേറെയും ചെറിയച്ഛൻ തന്നെയാണ് ചെയ്യാറ്. അധിക ദിവസവും മുറ്റമടിക്കാൻ മാത്രമേ ഉണ്ടാകാറുള്ളൂ. അവിടെ അടുത്ത് തന്നെ വനിതകൾക്ക് മാത്രമായിട്ടുള്ള ഒരു ഓട്ടോറിക്ഷ ഡ്രൈവിംഗ് സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. വെറുതെ ഒരു രസത്തിന് വേണ്ടി ചെറിയച്ഛന്റെ നിർബന്ധപ്രകാരമാണ് അന്ന് അവിടെ ചേർന്നത്. ഇന്ന് നിലംപൊത്താൻ തുടങ്ങുന്ന ഈ കുടുംബത്തിന് അതൊരു താങ്ങായെങ്കിലോ? റോഡിലൂടെ കുതിച്ചു പായുന്ന ഓട്ടോയുടെ ഡ്രൈവിംഗ് സീറ്റിലുള്ള രാജി എന്ന ഡ്രൈവറുടെ രൂപം അവളുടെ മനസ്സിലും ഓട്ടോ ഓടിക്കാൻ തുടങ്ങി. ഒരിടത്തും സ്റ്റോപ്പില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ആ ഓട്ടോ ആരോ പിടിച്ചു നിർത്തിയതുപോലെ പെട്ടെന്ന് നിന്നു. ആ നേരം രാജിയുടെ ഉള്ളവും ശാന്തമായിരുന്നു. രാവിലെ അജിനയും ബിന്ദുവും കോളേജിൽ പോയ നേരം നോക്കി രാജി കമ്മാരനടുത്തേക്ക് ചെന്നു. എന്തു പറയണം, എവിടെ തുടങ്ങണം എന്നറിയാതെ അവിടെ നിന്നവൾ പരുങ്ങി. ഭാഗ്യമെന്ന് പറയട്ടെ, സംസാരിക്കാനുള്ള കച്ചിത്തുരുമ്പ് കമ്മാരൻ തന്നെ ഇട്ടുകൊടുത്തു. രഘുവിനും നമ്മൾ കടക്കാരായില്ലേ? അവന്റെ കടത്തിനേക്കാളും വലുത് എത്ര കിടക്കുന്നു? ലോൺ തീർക്കണ്ടേ? കടയില് പറ്റോ? പിന്നെ ജീവൻ നിലനിർത്താൻ ദിവസവും 2 അന്നമെങ്കിലും വയറ്റിലേക്ക് ചെല്ലണ്ടേ? ഒക്കെ ശരിയാ, ഞാൻ എന്താ ചെയ്യാ? എന്തെങ്കിലും ഒരു വഴി കണ്ടാലല്ലേ? വഴിയൊക്കെ ഉണ്ട്, അച്ഛന്റെ സമ്മതം മാത്രം മതി. രാജി കാര്യത്തിലേക്ക് കടന്നു. അച്ഛൻ സമ്മതിച്ച ഈ കുടുംബം ഒരു കരയ്ക്കടുക്കും. നീ വളച്ചു കെട്ടാതെ കാര്യം പറ. കമാരൻ ശുണ്ടിയെടുത്തു.
അത് നമുക്കൊരു ഓട്ടോറിക്ഷ വാങ്ങിയാലോ? ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും. തവണകളായി കുറേശ്ശെ അടച്ചു തീർത്താ മതി. എന്നിട്ട് എന്ത് ചെയ്യാൻ? എന്നിട്ടെന്ത്? ചാലക്കൻ കമ്മാരന്റെ മകൾ രാജി കമ്മാരൻ റിക്ഷ ഓടിക്കുന്നു. കയ്യിൽ ഇഷ്ടം പോലെ കാശ് കിട്ടുന്നു. കടമെല്ലാം തീർത്ത് സുഖമായി ജീവിക്കുന്നു. എന്താ അതുപോലെ അച്ഛന്? രാജി തമാശ മട്ടിലായി. വേണ്ട. കമ്മാരന്റെ മറുപടി പെട്ടെന്നുണ്ടായി. ആദ്യമൊന്ന് അമ്പരന്നെങ്കിലും പ്രതീക്ഷിച്ച മറുപടി ആയതുകൊണ്ട് വ്യസനമൊന്നും തോന്നിയില്ല. പിന്നെ എന്ത് ചെയ്യാനാ അച്ഛന്റെ പരിപാടി? അച്ഛൻ അറിയോ, 2 ദിവസമായി ഞാൻ നേരാവണ്ണം വല്ലതും കഴിച്ചിട്ട്. നാഴി കൊണ്ട് ഇന്നലത്തെ ദിവസം തീർന്നു. ഇന്നിപ്പോ അകത്ത് 1 മണി അരിയില്ല. എത്രയാന്ന് വെച്ചാ പട്ടിണി കിടക്കുന്നത്? എന്ന് വെച്ച് പേരുദോഷം വരുത്തിക്കാനാ നിന്റെ പുറപ്പാട്? അച്ഛൻ എന്താ ഈ പറയുന്നത്? വണ്ടി ഓടിച്ചാൽ എങ്ങനാ പേരുദോഷം കിട്ടുന്നത്? അതൊക്കെ ആണുങ്ങൾ ചെയ്യേണ്ട പണിയാ. അപ്പോ അച്ഛൻ ഈ ലോകത്തൊന്നും അല്ലേ? ഇപ്പൊ വിമാനം പറത്തുന്നത് വരെ സ്ത്രീകളാ. രാജി വിടാൻ ഭാവമില്ലായിരുന്നു. അവര് പറത്തിക്കോട്ടെ, അതിന് നിനക്കെന്താ? അവര് പറത്തിയാ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അച്ഛൻ എതിരൊന്നും പറയരുത്. ഞാനായിട്ട് ഒരു പേരുദോഷവും വരുത്തില്ല. അച്ഛൻ എന്നെ വിശ്വാസമില്ലേ? വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, എന്നാലും എനിക്കെന്തോ. ആ, എന്തേലും ആയിക്കോട്ടെ, എല്ലാം മോളുടെ ഇഷ്ടം. കമാരൻ അർദ്ധ മനസ്സോടെ സമ്മതം മൂളി. പിന്നീട് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. എല്ലാ കാര്യത്തിനും ഓടാൻ രഘു മാത്രമേ സഹായത്തിനുണ്ടായിരുന്നുള്ളൂ. ഓട്ടോയ്ക്ക് ഐശ്വര്യം എന്ന് പേരിട്ടതും രഘു തന്നെയായിരുന്നു. ഒരു തിങ്കളാഴ്ച ദിവസമായിരുന്നു കന്നിയോട്ടത്തിന് തീരുമാനിച്ചത്. വീട്ടിൽ നിന്ന് ഇറങ്ങും മുമ്പ് അമ്മയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ ചെന്ന് മൗനാനുവാദം വാങ്ങിക്കാൻ രാജി മറന്നില്ല. അച്ഛന്റെ പാദം തൊട്ട് വന്ദിച്ചതിന് ശേഷമാണ് അവൾ ഓട്ടോറിക്ഷയിൽ കയറിയത്. കന്നിയോട്ടത്തിന്റെ തുടക്കത്തിലുള്ള യാത്രക്കാരൻ രഘുവായിരുന്നു. ഓട്ടോറിക്ഷ ഓടിക്കുന്ന രാജിയിൽ ലയിച്ചിരിക്കുകയായിരുന്നു അവൻ. അച്ഛന്റെ ഭയം അസ്ഥാനത്തൊന്നുമല്ല കേട്ടോ. ടൗൺ നിറയെ പൂവാലന്മാരുടെ ശല്യമാ. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടി വരില്ല. ഇടയ്ക്ക് അവൻ പറഞ്ഞു. ദാ വരുന്നു അടുത്ത ഉപദേശകൻ. ഇങ്ങനെ ഉപദേശിക്കാൻ മാത്രം ഞാൻ എന്താ ചെറിയ കുട്ടിയാ? കാണാൻ വലുതായ മാത്രം പോരല്ലോ, മനസ്സും അങ്ങനെയാകണ്ടേ? രഘു പറഞ്ഞു. എന്റെ മനസ്സ് ചെറുതാണ്. രഘുവിനോട് ആരാ പറഞ്ഞത്? ആരാ പറയേണ്ടത്? രാജിയുടെ മനസ്സ് എനിക്കറിയാവുന്നതുപോലെ വേറെ ആർക്കാ അറിയാ? എന്റെ മനസ്സ് അത്ര ചെറുതൊന്നുമല്ല. അതിനെ കുറിച്ച് ഓർത്ത് രഘു വേവലാതിപ്പെടുകയും വേണ്ട. വെട്ടിത്തിരിഞ്ഞ് പറയുന്നതിനിടയ്ക്ക് എതിരെ വന്ന ടാങ്കർ ലോറി അവളുടെ കണ്ണിൽ പെട്ടില്ല. എന്തോ ലോറി ഡ്രൈവറുടെ ശ്രദ്ധ ഒന്നുകൊണ്ട് മാത്രം അവർക്ക് ജീവൻ തിരിച്ചു കിട്ടി. മുകളിലേക്ക് പോയ ശ്വാസം തിരികെ എത്താൻ ഏതാനും നിമിഷം വേണ്ടി വന്നു. ഓടിച്ചിരുന്നത് സ്ത്രീ ആയിരുന്നത് കൊണ്ട് മാത്രം ലോറി ഡ്രൈവറുടെ വായിലെ പുളിച്ച തെറി കേട്ടില്ല. രാജിയെ ഒന്ന് തുറിച്ചു നോക്കിയ ശേഷം അയാൾ വണ്ടി ഓടിച്ചു പോയി. ലോറി കടന്നുപോയ ഉടനെ രാജി ആ തുറിച്ച നോട്ടം രഘുവിന് നേരെ നീട്ടി. നീ എന്തിനാ എന്നെ ഇങ്ങനെ ദഹിപ്പിക്കുന്നത്? രഘു ചോദിച്ചു. വണ്ടി ഓടിക്കുമ്പോ സംസാരിക്കരുതെന്ന് അറിഞ്ഞൂടെ? രാജിയുടെ സ്വരത്തിൽ ദേഷ്യമുണ്ടായിരുന്നു. അതിന് ഞാനല്ലല്ലോ വണ്ടി ഓടിക്കുന്നത്. രഘു കൈമലർത്തി. നീ എന്നോട് സംസാരിച്ചത് കൊണ്ടല്ലേ എന്റെ ശ്രദ്ധ തെറ്റിയത്. ഇത് നല്ല കൂത്തായി. വായ കൊണ്ട് സംസാരിക്കുമ്പോ ശ്രദ്ധ മാറ്റണമെന്ന് നിന്നോട് ആരെങ്കിലും പറഞ്ഞോ? അതിപ്പം കാണായിരുന്നു, ചമ്മന്തി പരുവത്തിൽ റോട്ടിൽ കിടക്കുമ്പോ. രാജി ഓട്ടോറിക്ഷ സ്റ്റാർട്ടാക്കി. ടൗണിലെത്തിയപ്പോൾ രഘു ഇറങ്ങി. അപ്പോൾ തന്നെ വേറെ 2 പേർ കയറുകയും ചെയ്തു. പിന്നീട് ഉച്ചവരെ രാജിക്ക് വിശ്രമമില്ലായിരുന്നു. ആ പ്രദേശങ്ങളിലൊന്നും സ്ത്രീകൾ വാഹനം ഓടിക്കുന്ന പതിവില്ലാത്തതുകൊണ്ട് രാജിയുടെ ഓട്ടോ നാട്ടുകാർക്ക് തെല്ലൊരു അത്ഭുതമുണ്ടാക്കി. വൈകിട്ട് 6 മണിക്ക് ശേഷം ഓട്ടം പോകരുതെന്ന അച്ഛന്റെ കൽപ്പനയെ മാനിച്ച് കൃത്യം 6 മണിക്ക് തന്നെ അവൾ ഓട്ടോറിക്ഷ വീട്ടിലേക്ക് തിരിച്ചു. പോകും മുമ്പ് മാർക്കറ്റിൽ നിന്നും അരിയും പലവ്യഞ്ജന സാധനങ്ങളും വാങ്ങാൻ മറന്നില്ല. ബാക്കി വന്ന രൂപ ഭദ്രമായി വച്ചു. ചേച്ചി വന്നേ, ചേച്ചി വന്നേ. ഓട്ടോറിക്ഷയുടെ ശബ്ദം കേട്ടപ്പോഴേ അജിനയും ബിന്ദുവും ഓടിച്ചാടി മുറ്റത്തെത്തി. എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി ഓട്ടമൊക്കെ? അവധി ദിവസം ഞങ്ങളെയും പഠിപ്പിക്കണേ. എന്നിട്ട് വേണം ചേച്ചിയെ പോലെ ഞങ്ങൾക്കും ഒരു ഓട്ടോ ഡ്രൈവർ ആകാൻ. രാജിയുടെ കയ്യിൽ തൂങ്ങിക്കൊണ്ട് അവർ പറഞ്ഞു. അത് വേണ്ട മക്കളെ, നിങ്ങളെ പഠിപ്പിക്കാനും പട്ടിണി കൂടാതെ ജീവിക്കാനും വേണ്ടി മാത്രമാണ് ചേച്ചി ഈ വേഷം കെട്ടിയത്. ഇനി നിങ്ങൾക്കൊരു ജോലി ലഭിച്ചിട്ട് വേണം ഇതൊക്കെ ഒന്ന് അഴിച്ചു വെക്കാൻ. ഇതാ അരിയും സാധനങ്ങളും. വാചകം അടിക്കാതെ ചെന്ന് അടുപ്പിൽ തീപൂട്ട്. കൊണ്ടുവന്ന അരിയും സാധനങ്ങളും അവരെ ഏൽപ്പിച്ചിട്ട് രാജി ഉമ്മറത്തേക്ക് ചെന്നു.
കമ്മാരൻ ചാരുകസേരയിൽ ചിന്താമഗ്നനായി മലർന്നു കിടക്കുകയായിരുന്നു. അച്ഛാ, രാജി വിളിച്ചു. ആ, മോളെത്തിയോ? ഞാൻ നിങ്ങളുടെ അമ്മയെക്കുറിച്ച് ചിന്തിച്ചിരിക്കുകയായിരുന്നു. നിങ്ങളെ 3 പിള്ളേരെയും എനിക്ക് മാത്രമായി വെച്ചിട്ടല്ലേ അവള് പോയത്. നിങ്ങളെ ഒരു വിഷമവും അറിയിക്കാതെ വളർത്തണമെന്ന് അസുഖത്തിൽ കിടക്കുമ്പോ അവൾ കൂടെ കൂടെ പറയുമായിരുന്നു. എന്നിട്ടും നിങ്ങൾക്ക് 3 നേരവും ചോറ് തരാൻ പോലും ഈ അച്ഛന് ഗതിയില്ലാതെ പോയല്ലോ മക്കളെ. അച്ഛന്റെ തെളിഞ്ഞ മുഖമൊന്ന് കാണാമല്ലോ എന്ന് ഓർത്തതാ ഓടി വന്നത്. ഇന്നും തതേവ. രാജി ഉമ്മറത്തോണം കെട്ടിപ്പിടിച്ചു നിന്നു. എങ്ങനാ എന്റെ മുഖം തെളിയുന്നത്? മോൾ ഈ പണിക്ക് പോകുന്നത് ലക്ഷ്മിക്ക് ഇഷ്ടാവില്ല, ഉറപ്പാ. അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ സമ്മതവും മൂളി. കമ്മാരൻ ഭാര്യയെ കാണുന്നത് പോലെ കണ്ണുകൾ മേൽപോട്ട് ഉയർത്തി. എങ്ങനെയാണേ ഞാനിനി പോകുന്നില്ല. പിള്ളേരുടെ പഠിത്തവും നിർത്തിച്ചേക്കാം. 3 മക്കളും കൂടി വീടിന്റെ കഴുക്കോലും എണ്ണി അടച്ചു പൂട്ടിയ മുറിയിലിരിക്കുമ്പോ അച്ഛന് സന്തോഷാവുമല്ലോ. അവസാനം ബാങ്കുകാര് വീട് ജപ്തി ചെയ്യാൻ വരുമ്പോ മരിച്ചുപോയ അമ്മ വരും തിരിച്ചെടുക്കാൻ. രാജിക്ക് സങ്കടവും ദേഷ്യവും ഒരുമിച്ചുണ്ടായി. അച്ഛാ, അച്ഛൻ ഇനിയെങ്കിലും ഇത്തരം സംസാരം ഒന്ന് നിർത്ത്. സ്ഥിരമായിട്ട് ഒരു ഡ്രൈവറാകണം എന്ന മോഹമൊന്നും എനിക്കില്ല. അജിനിക്കോ ബിന്ദുവിനോ എന്തെങ്കിലും ചെറിയൊരു ജോലി, അത്ര വരെയെങ്കിലും അച്ഛൻ എന്നെ സങ്കടപ്പെടുത്താണ്ടിരിക്കോ? ഞാനോ ഇങ്ങനെയായി. ഇനി അവരെങ്കിലും നല്ല വഴിക്കാവുന്നത് കണ്ടാലല്ലേ അമ്മയുടെ ആത്മാവ് സന്തോഷിക്കുകയുള്ളൂ. മോള് വിഷമിക്കേണ്ട, അച്ഛന് തലയ്ക്ക് വട്ട. കല്യാണപ്രായം തികഞ്ഞു നിൽക്കുന്ന 3 പെമ്മക്കൾക്ക് നടുവിൽ വെറും വട്ടപൂജ്യനായി നിൽക്കുന്ന ഒരച്ഛന്റെ വട്ട്. കമാരൻ പൊട്ടിക്കരയുകയായിരുന്നു. അത് കണ്ടു നിൽക്കാനുള്ള ത്രാണിയില്ലാതെ രാജി അകത്തേക്ക് വലിഞ്ഞു. കാക്കി വേഷം മാറി പഴയൊരു നൈറ്റി ധരിച്ച് ഈറൻമിഴികൾ അമർത്തി തുടച്ചിട്ട് അടുക്കളയിലേക്ക് നടന്നു. ഓട്ടോ സ്റ്റാൻഡിൽ നിരനിരയായി നിർത്തിയിട്ടിരിക്കുന്ന ഓട്ടോകളിൽ ഐശ്വര്യം ഓട്ടോറിക്ഷയിൽ ഓട്ടം വിളിക്കാൻ വരുന്നവരെയും കാത്തിരിക്കുകയാണ് രാജി. ചുരുങ്ങിയത് 20 ഓട്ടോകളെങ്കിലും പാർക്ക് ചെയ്യാൻ പറ്റുന്ന ആ സ്റ്റാൻഡിലെ ഡ്രൈവർമാരിൽ ആകെയുള്ള പെൺതരിയാണ് രാജി. അതുകൊണ്ട് ആദ്യമൊക്കെ അവൾക്ക് മറ്റു ഡ്രൈവർമാരോട് മിണ്ടാൻ തന്നെ ജാള്യതയായിരുന്നു. പയ്യെ പയ്യെ അവളും അവരിൽ ഒരാളായി മാറി. ഒന്ന് പുലിയംകുളം വരെ. പതിവുള്ളതുപോലെ ഓട്ടം വിളിച്ചയാളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് രാജി ഓട്ടോ സ്റ്റാർട്ടാക്കി. ഇയാൾ ഇതിനു മുമ്പും പല പ്രാവശ്യം ഈ ഓട്ടോയിൽ കയറിയതാണല്ലോ എന്ന് ഓർക്കുകയും ചെയ്തു. ഓടിക്കുന്നതിനിടയിൽ അവൾ സൈഡ് ഗ്ലാസ്സിലൂടെ ഒന്ന് നോക്കി. അപ്പോഴാണ് അയാൾ തന്നെ ഉറ്റുനോക്കുകയാണെന്ന് മനസ്സിലായത്. പെട്ടെന്ന് അവൾ നോട്ടം പിൻവലിച്ചു. ഇവിടെ നിർത്തിയേക്ക്, അയാൾ പറഞ്ഞു. എത്രയാ? 10. അവൾ ചാർജ് പറഞ്ഞു. തന്റെ പേരെന്താ? കീശയിൽ നിന്നും 10ന്റെ നോട്ടെടുത്ത് നീട്ടുന്നതിനിടയിൽ അയാൾ ചോദിച്ചു. പേര് പറയുന്നതിന് പകരം രാജി ചെറുപ്പക്കാരനെ സൂക്ഷിച്ചൊന്ന് നോക്കി. ചുണ്ടത്ത് കള്ളച്ചിരിയുമായി നിൽക്കുന്ന അയാളോട് ദേഷ്യമൊന്നും തോന്നിയില്ല. എങ്കിലും പറഞ്ഞത് ഇങ്ങനെയാണ്. പേരും നാളും ഒക്കെ തിരക്കാൻ ഇയാളെന്താ ജ്യോതിഷനാ? പറയുന്നതിനോടൊപ്പം തന്നെ രാജി ഓട്ടോ സ്റ്റാർട്ട് ആക്കുകയും ചെയ്തു. താൻ പറഞ്ഞില്ലേലും ഞാൻ അറിയൂട്ടോ, പുറകിൽ നിന്ന് അയാൾ വിളിച്ചു പറഞ്ഞു. തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും അവളുടെ ചുണ്ടത്തും ഒരു കള്ളപ്പുഞ്ചിരി വിരിയുന്നുണ്ടായിരുന്നു. രാജി ഞങ്ങളുടെയൊക്കെ കഞ്ഞുകൂടി മുട്ടിക്കുന്ന മട്ടാണല്ലോ. സ്റ്റാൻഡിലെത്തിയപ്പോൾ പ്രിൻസിന്റെ അമ്പയത്ത് രാജിക്ക് നേരെ. ഐശ്വര്യം ഓട്ടം വന്നതോടുകൂടി നമ്മുടെയൊക്കെ ഐശ്വര്യം കെട്ടു എന്നാണ് ഇവിടെ പൊതുവെയുള്ള പരാതി. അത് ഒന്നുകൂടി ഉറപ്പിക്കും വിധമായിരുന്നു പ്രിൻസിന്റെ വാക്കുകൾ. അവരെന്ത് പറഞ്ഞാലും രാജിക്ക് ഒരു വിഷമവുമില്ല. അവക്കറിയാം തനിക്ക് ഐശ്വര്യമൊക്കെ നേടിത്തന്നത് ഇവരൊക്കെ കൂടി തന്നെയാണെന്ന്. അതുകൊണ്ട് പ്രിൻസിന് കൊടുക്കേണ്ട മറുപടി നനുത്ത ഒരു പുഞ്ചിരിയിൽ ഒതുക്കി. രാജിയുടെ വകയിലുള്ള വല്ലവരുമാണോ? കുറെ നാളായല്ലോ രാജിയുടെ നേരെ അയാൾക്കൊരു ചായ്വ് തുടങ്ങിയിട്ട്, പ്രിൻസ് പറഞ്ഞു. പ്രിൻസ് എന്താ തന്റെ ഓട്ടോയിൽ കയറുന്നവരുടെ സെൻസസ് എടുക്കാൻ നിൽക്കുകയാണോന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഈ ചെറിയ പട്ടണത്തിൽ തന്നെ കാത്തു സൂക്ഷിക്കാനും ഒരാളുള്ളത് നല്ലതല്ലേ? അതോർത്തവൾ വെറുതെ ചിരിച്ചതേയുള്ളൂ. ഇതാണ് എനിക്ക് സഹിക്കാത്തത്. കാര്യം പറഞ്ഞാലും തമാശ പറഞ്ഞാലും എല്ലാം ഒരു ചിരി. പ്രിൻസിന്റെ അരിശം കുഴച്ച വാക്കുകൾ കേട്ടപ്പോൾ രാജി ഒന്ന് അമ്പരന്നു. ഈ സ്റ്റാൻഡിലെ മറ്റു ഡ്രൈവർമാരെ പോലെ പ്രിൻസും തനിക്ക് ചില സഹായങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. അതിനൊരു നന്ദി വാക്ക് പറയാൻ പോലും ആളെ നേരെ ചൊവ്വേ കിട്ടില്ല. എന്തെങ്കിലും സംസാരിച്ചാൽ തന്നെ അളന്നു മുറിച്ച് മാത്രം. അങ്ങനെയുള്ളവരാണ്
തന്നെ ഇപ്പൊ ശാസിച്ചത്. എനിക്ക് പറയാനുള്ള അവകാശമൊന്നുമില്ല, എങ്കിലും പറയാ, ഏത് കടമ്പ കടന്നാലും പെണ്ണ് പെണ്ണ് തന്നെ, അത് രാജി മറക്കരുത്. ഓട്ടോയിൽ നിന്നിറങ്ങി സുഹൃത്തുക്കളുടെ അടുത്തേക്ക് നീങ്ങുന്ന പ്രിൻസിനെ രാജി ഇമ ചിമ്മാതെ നോക്കി നിന്നു. വൈകുന്നേരം മടക്കയാത്രയിൽ ഇടയ്ക്ക് വെച്ചൊരു കൂട്ടുകാരിയെ കാണാനിടയായി. അവളോട് സംസാരിക്കുന്നതിനിടയിലാണ് കണ്ണുകൾ ബി ടെക്സ്റ്റൈൽസ് എന്ന ബോർഡിലുടക്കിയത്. 2 ദിവസമായി അജിനയും ബിന്ദുവും മുറവിളി കൂട്ടാൻ തുടങ്ങിയിട്ട്. അവർക്ക് വെൽവെറ്റ് ചുരിദാർ വാങ്ങിക്കണമെന്ന്. ഇപ്പോ കോളേജിലൊക്കെ അതാത്രേ ഫാഷൻ. 2 ആഴ്ച മുമ്പ് മറ്റൊന്നായിരുന്നു ഫാഷൻ. 10 ദിവസം ഓട്ടം പോയ കാശ് അന്ന് ഒറ്റയടിക്ക് തീർന്നു. ഇനിയിപ്പോ ഈ ഫാഷൻ എങ്ങനെയുള്ളതാണാവോ? കയ്യിലുള്ള കാശ് തികയുമോ എന്ന ശങ്കയുണ്ട്. ഏതായാലും നോക്കാം. കൂട്ടുകാരിയോട് യാത്ര പറഞ്ഞിട്ട് അവൾ ടെക്സ്റ്റൈൽസിലേക്ക് കയറി. എന്ത് വേണം ചേച്ചി? കണ്ണുകൾ അവിടെ മുഴുവൻ ഓട്ടപ്രദക്ഷിണം നടത്തുമ്പോൾ സെയിൽസ്മാൻ അരികിലെത്തി. 2 ചുരിദാറ്, രാജി പറഞ്ഞു. ചുരിദാറോ? ഏത് ഫാഷനാ വേണ്ടത്? ദാ കന്മദം, തേന്മാവിൻ കൊമ്പത്ത്, മണിപ്പൂരി, കാശ്മീരി. അവിടെ തൂക്കിയിട്ടിരിക്കുന്ന ചുരിദാറുകൾ ചൂണ്ടി അയാൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. പേരുകൾ കേട്ടപ്പോൾ രാജിയുടെ ഉള്ളു ചിരിച്ചു. കാർത്യായനി, നാരായണി, ഭവാനി എന്നൊക്കെ പറയും പോലെ. എനിക്ക് വെൽവെറ്റ് ചുരിദാറാ വേണ്ടത്. പേര് കേട്ടതല്ലാതെ അതെങ്ങനെയുള്ളതാണെന്ന് അവൾക്കറിയില്ലല്ലോ. ഇതാ ചേച്ചിക്ക് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാം. സെയിൽസ്മാൻ ചില്ലലമാരയിൽ നിന്ന് പല കളറുകളുള്ള ചുരിദാറുകൾ വലിച്ചു വാരിയിട്ടു. അതിൽ നിന്നും അവൾ ചുവന്നതും ഓറഞ്ചും കളറുള്ള 2 ചുരിദാറുകൾ തെരഞ്ഞെടുത്തു. ബില്ല് തീർത്തപ്പോൾ അച്ഛന് ഒരു മുണ്ട് വാങ്ങിക്കേണ്ട കാശ് ബാക്കിയുണ്ട്. അതിനവർ വില കുറഞ്ഞ ഒരു ഒറ്റക്കരയും വെള്ളമുണ്ട് വാങ്ങിച്ചു. ഇന്നും ഒരു കാക്കിത്തുണി വാങ്ങിക്കാനായില്ല. വസ്ത്രങ്ങൾ അടങ്ങിയ കൂടുമായി ഓട്ടോയ്ക്ക് അരികിലേക്ക് നടക്കുമ്പോൾ രാജി ചിന്തിച്ചു. ഓട്ടം തുടങ്ങിയ അന്ന് വാങ്ങിച്ചതാണ് 2 എണ്ണം. അലക്കിയിട്ടത് ആറാം വൈകിയെങ്കിൽ പകുതി ആറിയത് തന്നെ ധരിച്ചു പോകാറാണ് പതിവ്. കുറെ നാളുകൊണ്ട് ആലോചിക്കുന്നതാണ് ഒരെണ്ണം വാങ്ങിക്കണമെന്ന്. അജിനയ്ക്കും ബിന്ദുവിനും ആവശ്യങ്ങൾ പെരുകുന്നതുകൊണ്ട് വാങ്ങിക്കാൻ സാധിക്കാറില്ല. അടുത്ത ആഴ്ചയാകട്ടെ എങ്ങനെയെങ്കിലും ഒന്ന് വാങ്ങിക്കണം, അവൾ മനസ്സിൽ കണക്കുകൂട്ടി. വീട്ടുപടിക്കലെത്താൻ കാത്തു നിൽക്കുകയായിരുന്നു അജിനയും ബിന്ദുവും, കയ്യിലുള്ള കൂടും തട്ടിപ്പറിച്ചുകൊണ്ട് ഓടാൻ. എന്താണിതൊക്കെ? കമാരൻ ചോദിച്ചു. അത് അവർക്ക് വേണ്ടി തന്നെയാണച്ചാ, ഒരു ജോഡി വസ്ത്രങ്ങളാ. അധിക ദിവസമൊന്നും ആയില്ലാലോ നീ അവർക്ക് വസ്ത്രങ്ങൾ വാങ്ങിച്ചിട്ട്. വീണ്ടും ഇപ്പോഴെന്തിനാ? സാരമില്ലച്ചാ, എല്ലാ പിള്ളേരും മാറി മാറി ധരിച്ചോണ്ട് വരുമ്പോ അവർക്കും കാണില്ലേ ആശ. അധിക ആശ നല്ലതിനല്ല. നീ ഇങ്ങനെ കിട്ടുന്ന കാശ് മുഴുവൻ അവർക്ക് വസ്ത്രങ്ങൾ വാങ്ങിക്കാൻ ഉപയോഗിക്കാതെ കഴുത്തിലോ കാതിലോ ചെറിയതെന്തെങ്കിലും വാങ്ങിച്ചിടാൻ നോക്ക്. അച്ഛന് ഒന്നിച്ചൊന്നും തരാനില്ലെന്ന് മോൾക്ക് അറിഞ്ഞൂടെ? എപ്പോഴാ ഒരുത്തം വരികയെന്ന് ആർക്കറിയാം? കമാരൻ നെടുവൂർപ്പെട്ടു. അത് കേൾക്കാൻ രാജി അവിടെ നിന്നില്ല. ആഴ്ചകൾ ഒന്നൊന്നായി കൊഴിഞ്ഞു വീണു. ഒരു ദിവസം കോളേജ് വിട്ട് കൂട്ടുകാർക്കൊപ്പം ആടിപ്പാടി വരികയായിരുന്നു അജിനയും ബിന്ദുവും. അപ്പോഴാണ് അവർക്ക് മുന്നിലായി ബ്രാഞ്ച് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് ഇറങ്ങിയ ഐശ്വര്യം ഓട്ടോയെ അജിന കണ്ടത്. ദേ ചേച്ചി! അജിന ഓട്ടോയ്ക്ക് നേരെ വിരൽ ചൂണ്ടി. അപ്പോഴേക്കും രാജി റോഡ് സൈഡിലേക്ക് ഓട്ടോയെ ഒതുക്കി നിർത്തിയിരുന്നു. അത് കണ്ട് മുൻപോട്ട് കുതിക്കാനാഞ്ഞ അജിനയെ തടഞ്ഞുകൊണ്ട് ബിന്ദു പോകരുതെന്ന് ആംഗ്യം കാട്ടി. മങ്ങലേറ്റ ബിന്ദുവിന്റെ മുഖത്തു നിന്നും അജിനയ്ക്ക് ഒന്നും വായിച്ചെടുക്കാനായില്ല. എങ്കിലും അവൾ നടത്തത്തിന്റെ വേഗത കുറച്ചു. ദാ 1 മിനിറ്റ്, കൂട്ടുകാരോട് അത്രയും പറഞ്ഞിട്ട് ബിന്ദു രാജിക്കരിയിലേക്ക് ഓടി. ചേച്ചി എന്താ നേരത്തെ? ഇന്ന് ഓട്ടം കുറവായിരുന്നു, പിന്നെ ചെറുതായിട്ടൊരു തലവേദനയും. എവിടെ അജിന? കയറ്, രാജി പറഞ്ഞു. വേണ്ട, ഞങ്ങൾ നടന്നു വന്നോളാം, അതാ രസം. ഓടിപ്പോകുന്ന ഓട്ടോറിക്ഷയെ നോക്കി ബിന്ദു ഒരു ദീർഘനിശ്വാസം ഉതിർത്തു. ഏതാടി ആ പെണ്ണ്? അരികിലെത്തിയ അടുത്ത കൂട്ടുകാരി ഡിക്സിയുടെ ചോദ്യത്തിൽ പുച്ഛം കലർന്നിട്ടുണ്ടോ എന്ന് ബിന്ദുവിന് തോന്നി. അത് ഞങ്ങളുടെ ഒരു പരിചയത്തിലുള്ളതാ. ആ മറുപടി കേട്ട അജിന ബിന്ദുവിനെ നോക്കി പല്ലിറുമി. ഞാൻ അറിയാനിട്ട് ചോദിക്കുക, എന്താ നിന്റെ മനസ്സിലിരിപ്പ്? ഇട്ടു നടക്കാൻ തരാതരം ഡ്രസ്സുകളും ചോദിക്കുമ്പോ കാശും തരുന്ന നമ്മുടെ സ്വന്തം ചേച്ചി നിനക്കിപ്പോ വെറും പരിചയക്കാരി മാത്രമോ? കൂട്ടുകാരികൾ പല വഴിക്കായപ്പോൾ അജിനയുടെ മനസ്സ് ബിന്ദുവിന്റെ മുന്നിൽ പൊട്ടിച്ചിതറി. ബിന്ദു നടത്തം നിർത്തി. മുമ്പത്തെ നമ്മുടെ കോളേജ് ജീവിതത്തെ പറ്റി നീ ഓർത്തു നോക്കിയിട്ടുണ്ടോ? സമയത്ത് ഫീസ് കൊടുക്കാൻ സാധിക്കാതെ മറ്റു കുട്ടികളുടെ പരിഹാസ ശരങ്ങളേറ്റ് ക്ലാസ്സിലെ ബെഞ്ചിന്റെ ഒരു മൂലയിൽ
വിങ്ങുന്ന മനസ്സോടെ ഇരിക്കുന്ന നമ്മൾ, ഇടവേളകളിൽ കലപില കൂട്ടുന്ന സൗഹൃദ സംഘങ്ങൾക്കിടയിൽ ആരോരുമില്ലാത്ത അനാഥരെ പോലെ അവരുടെ വായ നോക്കി നിൽക്കുന്ന നമ്മൾ, ഓർക്കാൻ രസമുള്ളതാണോ ഇതൊക്കെ? ബിന്ദു നടത്തം തുടർന്നു. ഇന്നോ ഹൈ ലെവലിലുള്ള കൂട്ടുകാർക്കൊപ്പം കോളേജ് ലൈഫ് അടിച്ചു പൊളിക്കുകയാണ് നമ്മൾ. ഈ ഒരൊറ്റ നിമിഷത്തിന്റെ ബുദ്ധിമോശം കൊണ്ട് ആ സ്റ്റാറ്റസ് തകർക്കണമെന്നാണോ നീ പറയുന്നത്? സ്വന്തം ചേച്ചിയെ കൂട്ടുകാർക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുത്ത ബിന്ദു ചേച്ചിയുടെ ഏത് സ്റ്റാറ്റസാ ഇടിഞ്ഞു വീഴുന്നത്? അജിനയുടെ ശബ്ദമുയർന്നു. നിനക്കറിയോ, നമ്മുടെ ഇന്നത്തെ നിലയ്ക്ക് കാരണം പണമാണ്. നീ പറഞ്ഞ പോലെ തരാതരത്തിൽ നമ്മൾ ഇട്ട് നടക്കുന്ന ഡ്രസ്സുകൾ, ഇടയ്ക്കിടെ പണം കൊണ്ട് നമ്മൾ കാട്ടുന്ന ചെറിയ തരം ദൂർത്തുകൾ, ഇതൊക്കെയാണ് കോളേജിൽ നമ്മൾക്ക് ലഭിച്ച ഇമേജിന് കാരണം. ഇനിയിപ്പോ ചേച്ചി മുക്കാലി തിരിച്ചിട്ടാണ് നമുക്ക് ഇതൊക്കെ ലഭിക്കുന്നതെന്ന് അവരറിഞ്ഞാലോ? ഒരു ചേച്ചി ഉള്ളത് ജോലി കിട്ടി അമേരിക്കയിലാണെന്ന് കോളേജ് മുഴുവൻ പാട്ടാക്കിയ എന്റെ നേർക്ക് അവർ കാറിക്ക് സൂപ്പില്ലേ? പിന്നെ എല്ലാം തീർന്ന് പഴയ സ്റ്റേജിലേക്ക് തന്നെ തിരിച്ചു പോവേണ്ടതായി വരും. എന്താ ശരിയല്ലേ? ബിന്ദു പറഞ്ഞത് ശരിവെച്ചിട്ടോ അല്ലയോ പിന്നീട് വീടെത്തും വരെ അജിന വായ തുറന്നില്ല. കൂട്ടിയിട്ട വസ്ത്രങ്ങൾ ഓരോന്നായി അലക്കുകയായിരുന്നു രാജി. അതിനിടയിലാണ് രഘു അങ്ങോട്ട് വന്നത്. എന്തേ, രഘു ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. മുഖത്ത് ചിരി കണ്ടപ്പോൾ രാജിക്ക് അങ്ങനെ തോന്നി. രാജി പറഞ്ഞത് കറക്റ്റ്. ഒരു 5-6 മാസത്തേക്ക് ഈ നാട്ടുകാരുടെ ഒന്നും ചുളിഞ്ഞ മോന്ത കാണേണ്ടല്ലോ എന്ന സന്തോഷത്തിൽ. രഘു ചിരിച്ചു. അതെന്താ അങ്ങനെയൊരു സന്തോഷം? ഞാനെന്ന് അറിഞ്ഞതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഏയ്, എന്തു കുഴപ്പം? കമാലേട്ടനില്ലേ ഇവിടെ? അച്ഛൻ പിന്നെ എവിടെ പോവാനാ? രഘു കാര്യം പറ. രാജി അലക്ക് കഴിഞ്ഞിട്ട് വാ, രണ്ടുപേരോടും ഒരുമിച്ച് പറയാം. രഘു ഉമ്മറത്തേക്ക് നടന്നു. ബാക്കിയുള്ള വസ്ത്രങ്ങളെല്ലാം പെട്ടെന്ന് അലക്കി അയയിൽ വിരിച്ചിട്ട് രാജിയും ഉമ്മറത്തേക്ക് ചെന്നു. ആ, രാജി വന്നോ? ഇനി കാര്യം പറയാം. എനിക്ക് ചെറിയൊരു ജോലി കിട്ടി. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ കനിവ. 6 മാസത്തേക്ക്. ഭാഗ്യമുണ്ടെങ്കിൽ സ്ഥിരാവാനും മതി. എങ്കിൽ ഇത് നിനക്ക് നേരത്തെ പറയാൻ പാടില്ലോടാ, കമ്മാരൻ പറഞ്ഞു. അല്ലെങ്കിലും ഈ രഘുവിന് പണ്ടേ ഉള്ളൊരു സ്വഭാവ, എല്ലാറ്റിനും ഒരു സസ്പെൻസ് ഇടൽ. രാജി കുറ്റപ്പെടുത്തി. അതവൻ പുഞ്ചിരിയോടെ ഏറ്റുവാങ്ങി. എന്നാ ശരി, ഇനി നിന്നാ ശരിയാകില്ല. കൊണ്ടുപോകേണ്ട വസ്ത്രങ്ങളൊക്കെ അയൺ ചെയ്ത് വെക്കണം. അതിന് മാത്രം അമ്മയെ കിട്ടില്ല. രഘു എഴുന്നേറ്റു. എല്ലാത്തിനും കൂടി ഒരുത്തിയെ കൊണ്ടുവരാനുള്ള പ്രായമൊക്കെ ആയില്ലേ, പിന്നെ എന്തിനാ വച്ച് താമസിപ്പിക്കുന്നത്? കമാരൻ പറഞ്ഞു. അതിന് നീ ഒരു 6 മാസം കൂടി കാത്താ മതി. അമ്മയെ ബുദ്ധിമുട്ടിക്കാതെ സ്വന്തം ചെലവിൽ ഒരു കല്യാണം, അതാ എന്റെ ആഗ്രഹം. എങ്കി സമയമാകുമ്പോ പറ, നിനക്ക് പറ്റിയ നല്ലൊരു പെണ്ണിനെ ഞാൻ കാട്ടിത്തരാം. ചിരിച്ചുകൊണ്ട് കമാരൻ പറഞ്ഞു. വേണ്ട, വയസ്സുകാലത്ത് അച്ഛനിനി പെണ്ണിനെ തപ്പി നടക്കുകയൊന്നും വേണ്ട. അവന്റെ പെണ്ണിനെ അവൻ തന്നെ കണ്ടുപിടിച്ചോളൂ. രാജി കമാരന്റെ വാക്കിന് ഇടങ്കോലിട്ടു. എന്റെ പെണ്ണിനെ ആരും എനിക്ക് കാട്ടിത്തരണ്ട. നിക്കറിട്ട് നടക്കുന്ന കാലം മുതലേ ഞാനൊരു പെണ്ണിനെ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട്, അവൾ പോലും അറിയാതെ. കമാരനോ രാജിയോ മറുത്ത് എന്തെങ്കിലും പറയുന്നതിന് മുന്നേ രഘു ഇറങ്ങി നടന്നു. രാവിലെ അജിനെയും ബിന്ദുവിനെയും കോളേജിലേക്ക് വിട്ടിട്ട് വേണം രാജിക്കൊന്ന് നേരെ നിന്ന് ശ്വാസം വിടാൻ. അവർ പോയതിനു ശേഷം കമാരന് ചായ കൊടുത്ത് അവളും കഴിച്ചു. എഴുന്നേറ്റ് ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ 8 മണി. ഇന്നും വൈകിയിരിക്കുന്നു. അയൽ നിന്നും ഒരു തോർത്ത് വലിച്ചെടുത്ത് ബാത്റൂമിലേക്ക് ഓടി. ഒന്ന് കുളിച്ചെന്ന് വരുത്തി അതേ വേഗതയിൽ മുറിയിലേക്ക് വന്ന് ഡ്രസ്സ് മാറി. ഈറൻ മാറാത്ത മുടിത്തുമ്പ് ചുറ്റിക്കെട്ടി ഉമ്മറത്തേക്ക് ചെന്നപ്പോൾ ചാരുകസേരയിൽ അച്ഛനില്ല. പറമ്പിൽ നിന്നും തൂമ്പയുടെ ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായി, അച്ഛൻ രാവിലെ തന്നെ നയിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. ഇനി വീട് കയറണമെങ്കിൽ ഉച്ചയോടടുക്കും. രാജി വാതിൽ പൂട്ടി പതിവ് സ്ഥലത്ത് താക്കോൽ വെച്ചിറങ്ങി. ഷെഡിൽ നിന്ന് ഓട്ടോറിക്ഷയെ തള്ളിക്കൊണ്ടുവന്ന് ഗേറ്റ് കടത്തി. കട്ട് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് തിരിയുന്ന വളവെത്തിയപ്പോഴാണ് കുറച്ചകലെ പാൻസും കോട്ടും ചുമലിലൊരു എയർ ബാഗും ഒക്കെയായി നിൽക്കുന്ന രഘുവിനെ കണ്ടത്. രഘു പോയില്ലേ? അവനെടുത്ത ഓട്ടോ നിർത്തി രാജി ചോദിച്ചു. ഐശ്വര്യം ഓട്ടോയെ നോക്കി നിന്നില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ അങ്ങ് എത്തിയേനെ. അതെന്താ, വേറെ ഓട്ടോ ഒന്നും കിട്ടിയില്ലേ? കിട്ടാഞ്ഞിട്ടല്ല, രാജിയുടെ ഓട്ടോ കയറിയ 15 രൂപ ലാഭിക്കാമല്ലോ എന്ന് ഓർത്താ. ഓട്ടോയിൽ കയറുന്നതിനിടയിൽ രഘു പറഞ്ഞു. അമ്പടാ, ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ തന്നെ വേണം ഈ പിശുക്ക്. രാജി ഓട്ടോ മുൻപോട്ടെടുത്തു. രാജി, നിന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ?
ഓട്ടോ അല്പദൂരം പോയപ്പോൾ മടിച്ചുകൊണ്ട് രഘു ചോദിച്ചു, എന്നോട് സംസാരിക്കുന്നതിന് എന്തിനാ രഘു ഈ മുഖവര? കുറെ നാളുകളായി രാജിയോട് പറയണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട്. വഴിയിൽ രണ്ടുപേർ ഓട്ടോയ്ക്ക് കൈകാട്ടിയത് കൊണ്ട് അവന് തുടരാനായില്ല. അവർക്ക് വേണ്ടി ഒതുങ്ങിയിരിക്കുമ്പോൾ രഘുവിന്റെ മനസ്സിലുള്ള നിരാശ അവന്റെ മുഖത്തും പ്രകടമായിരുന്നു. ടൗണിലെത്തി രാജിയോട് യാത്ര പറയുമ്പോഴും പൂർത്തിയാക്കാൻ പറ്റാത്ത വാക്കുകളായിരുന്നു അവന്റെ മനസ്സ് നിറയെ. രഘുവിന്റെ നേർക്ക് നോക്കി യാത്രാനുമതി നൽകുമ്പോഴാണ് അവന്റെ ഇരുൾ പടർന്ന മുഖം രാജി ശ്രദ്ധിച്ചത്. അപ്പോ ഇവന് കാര്യമായിട്ട് തന്നോട് എന്തോ പറയാനുണ്ടായിരുന്നു. രാജി ചിന്തിച്ചു. അതെന്താണെന്ന് ചോദിക്കാൻ ഓട്ടോയ്ക്കുള്ളിലെ യാത്രക്കാരുടെ സാന്നിധ്യം അവളെ അനുവദിച്ചില്ല. എന്തായിരിക്കും അവന് തന്നോട് പറയാനുണ്ടായിരുന്നത്? എന്തായാലും വളരെ നാളത്തേക്ക് അവൻ ഈ നാട്ടിൽ നിന്ന് പോവുകയല്ലേ. പറയുന്നത് മുഴുവൻ കേൾക്കാതെ യാത്രക്കാരെ കയറ്റിയത് തീരെ ശരിയായില്ല. അന്ന് മുഴുവൻ രാജിയെ കുറ്റബോധം വേട്ടയാടി. വൈകുന്നേരം എവിടെയെങ്കിലും ഒന്ന് തല ചായ്ച്ചാൽ മതിയായിരുന്നു എന്ന പരുവത്തിലാണ് വീട്ടിലെത്തിയത്. പക്ഷേ അച്ഛന്റെയും അനിയത്തിമാരുടെയും വട്ടും ഭാവവും കണ്ടപ്പോൾ എന്തോ പന്തികേട് മണത്തു. എന്താ എല്ലാവരുടെ മുഖത്തും ഒരു കള്ളലക്ഷണം? ക്ഷീണത്തിനിടയിൽ അവൾ ചോദിച്ചു. ഞങ്ങൾ ചേച്ചിയെ കാത്തിരിക്കുകയായിരുന്നു, അജിന പറഞ്ഞു. ഞങ്ങൾ അകത്തേക്ക് ചെല്ല്. അതുവരെ മിണ്ടാതിരുന്ന കമാരൻ അജിനയോടും ബിന്ദുവിനോടുമായി പറഞ്ഞു. അവർ പോയപ്പോൾ കമാരൻ രാജിക്ക് നേരെ തിരിഞ്ഞു. വളച്ചുകെട്ടില്ലാതെ പറയാം, മോക്ക് നല്ലൊരു ആലോചന. പയ്യന്റെ സ്വദേശം അങ്ങ് വടക്ക. അവന്റെ ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും മരിച്ചു. പിന്നീട് അമ്മാവന്റെ വീട്ടിൽ നിന്നാണത്രേ പഠിച്ചതും വളർന്നതും. അമ്മാവ മരിച്ചതോടെ അവൻ തീർത്തും അനാഥനായി. ആരോരുമില്ലാത്തവനായി അവിടെ ജീവിക്കാൻ വയ്യാഞ്ഞിട്ടാണത്രേ നാട് വിട്ടത്. ഇപ്പോ ഇവിടുത്തെ ടൗണിലെ ഒരു കമ്പനിയിൽ നല്ലൊരു ജോലിയുമുണ്ട്. മോൾ എന്താ ഒന്നും മിണ്ടാത്തത്? ഈ പറയുന്നതൊന്നും തന്നോടല്ല എന്നതുപോലെയുള്ള രാജിയുടെ നിൽപ്പ് കണ്ട് കമാരൻ ചോദിച്ചു. അച്ഛന്റെ വർണ്ണന കേട്ടിട്ട് എല്ലാം അങ്ങ് ഉറപ്പിച്ച മട്ടുണ്ടല്ലോ, രാജി പറഞ്ഞു. മോളുടെ അഭിപ്രായം ഒന്ന് അറിഞ്ഞിട്ട്. എന്റെ അഭിപ്രായമല്ലേ അച്ഛൻ അറിയേണ്ടത്? എനിക്കിപ്പോ വിവാഹം വേണ്ട, രാജി തറപ്പിച്ചു പറഞ്ഞു. കമാരന്റെ തല കുനിയുന്നതും ആ മുഖം ദുഃഖമയമാകുന്നതും രാജി കണ്ടു. അവൾക്ക് സഹതാപം തോന്നി. അച്ഛൻ വീടുതോറും കളിപ്പിക്കാൻ കൊണ്ടുവരുന്ന കുരങ്ങന്മാരെ കണ്ടിട്ടില്ലേ? അവിടെ കിടാ ഇവിടെ കിടാ എന്നൊക്കെയുള്ള യജമാനന്റെ ആജ്ഞകൾ അനുസരിക്കാൻ മാത്രം വിധിക്കപ്പെട്ട സാധുമൃഗങ്ങൾ. ഏതാണ്ട് അവറ്റകളെ പോലെ തന്നെയാണ് കല്യാണം കഴിഞ്ഞ മിക്ക സ്ത്രീകളുടെയും അവസ്ഥ. കഴുത്തിൽ അണിയിച്ച താലിച്ചരടിന്റെ ബലത്തിൽ അവർ ആജ്ഞാപിക്കുന്നത് എന്തും അനുസരിക്കാൻ വിധിക്കപ്പെട്ടവർ. അതൊക്കെ മോളുടെ ഓരോരോ തോന്നലുകളാ. ആയിരിക്കാം, അല്ലാതെയും ആയിക്കൂടെ, രാജി പറഞ്ഞു. പിന്നെന്താ നിന്റെ ഉദ്ദേശം? എന്നും വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടാമെന്നാണോ? നിനക്ക് താഴെ രണ്ടെണ്ണമുണ്ട്, അത് മറക്കണ്ട. നീ ഇങ്ങനെ അതും ഇതും പറഞ്ഞുകൊണ്ടിരുന്ന തകരുന്നത് നിന്റേത് മാത്രമല്ല, അവരുടെ ഭാവി കൂടിയാണ്. കമാരന്റെ സ്വരത്തിലെ പരുഷത രാജിയെ വളരെയേറെ വിഷമിപ്പിച്ചു. അവരുടെ ഭാവിയെ കരുതിയല്ലേച്ചാ ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത്. അതിന് ഫലം ലഭിക്കണമെങ്കിൽ അവർക്ക് ജോലി കിട്ടണം. ഏതായാലും ബിന്ദുവിനൊരു ജോലി ലഭിക്കാൻ ഇനി അധികം കാക്കേണ്ടി വരില്ല. അത് കഴിഞ്ഞിട്ടാകാം എന്റെ കല്യാണത്തെക്കുറിച്ചുള്ള ആലോചന. അവർക്ക് ജോലി ലഭിക്കുന്നവരെ ഇയാൾ നിനക്ക് വേണ്ടി കാത്തിരിക്കുവോ? കമാരൻ ചോദിച്ചു. ലോകത്തില് ആണായിട്ട് ഇയാൾ മാത്രമേ ഉള്ളൂ എന്ന് അച്ഛൻ പറയണത്? രാജിക്ക് സംസാരത്തിൽ വിരസത തോന്നി തുടങ്ങിയിരുന്നു. അതല്ല മോളെ, ആണായിട്ട് ഏതെങ്കിലും പൊട്ടനായാലും ശരി, രൂപ 50,000 50 പവനും ചോദിക്കുന്ന ഇക്കാലത്ത് ഈ ചെറുക്കനെ ഒരു 5 പൈസ വേണ്ട. യാതൊരു ചെലവുമില്ലാതെ ഒരു ജോലിക്കാരൻ ചെറുക്കനെ നമുക്ക് സ്വപ്നം കാണാൻ കിട്ടുമോ? അതുകൊണ്ട് മോൾ എതിരൊന്നും നിൽക്കരുത്. അവർ നാളെ വരും. കമാരൻ സംസാരത്തിന് തടയിട്ടു. ഏതാനും നിമിഷം ശബ്ദം നഷ്ടപ്പെട്ട് നിശ്ചല നിന്ന രാജി ഉടനെ അകത്തേക്ക് ചെന്ന് വസ്ത്രങ്ങൾ മാറാൻ പോലും നിൽക്കാതെ ബെഡിലേക്ക് വീണു. രാത്രിയിൽ ഭക്ഷണം കഴിക്കാൻ അജിനയും ബിന്ദുവും മാറി മാറി വിളിച്ചിട്ടും എഴുന്നേറ്റില്ല. രാവിലെ എഴുന്നേറ്റു എന്നല്ലാതെ ഒരു ഉന്മേഷവും തോന്നിയില്ല. ഇന്ന് സന്തോഷം മൂത്ത് തുള്ളിച്ചാടേണ്ട ദിവസമല്ലേ, എന്നിട്ടെന്താ ഒരുമാതിരി പിത്തം ബാധിച്ചവരെ പോലെ? അജിന തുറന്നു ചോദിച്ചു. എനിക്ക് സന്തോഷിക്കാനാവില്ല മോളെ. ഓട്ടോ ഓടിക്കാൻ തുടങ്ങുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും ഒരു ജോലി, ഈ വീടൊന്ന് നന്നാക്കി എടുക്കണം, അങ്ങനെ എന്തൊക്കെയോ. അതിന് വിവാഹം കഴിഞ്ഞാലും
നിങ്ങൾ ഇവിടെ തന്നെയല്ലേ താമസം? രണ്ടുപേരും കൂടി വിചാരിച്ച ചേച്ചിയുടെ സ്വപ്നങ്ങൾക്കൊക്കെ പെട്ടെന്ന് സാക്ഷാത്കാരമുണ്ടാകും. ബിന്ദു പറഞ്ഞു. അവര് വരാറായി. നീ അഴുകിയ വസ്ത്രങ്ങളൊക്കെ മാറ്. അപ്പോഴേക്കും കമ്മാരൻ അവിടെ എത്തി. രാജി മുറിയിൽ കയറി. പഴയതാണെങ്കിലും കുറച്ച് കളറുണ്ടെന്ന് തോന്നിക്കുന്ന വേറൊരെണ്ണം ധരിച്ചു. അയ്യോ, ചേച്ചി ഒരുങ്ങിയില്ലേ? ദാ അവരെത്തി. അജിനയും ബിന്ദുവും ഒരുമിച്ച് അകത്തേക്ക് ഓടിക്കയറി. ഈ ചേച്ചിയുടെ ഒരു കാര്യം, മുടി വരെ ചീകിയില്ല. ബിന്ദു ചീർപ്പെടുത്ത് രാജിയുടെ നീളമുള്ള മുടി ചീകി മെടഞ്ഞ് ക്ലിപ്പിട്ടു. പൊട്ടിടാൻ ചെന്ന അജിനയെ രാജി തടഞ്ഞു. അത് വകവെക്കാതെ അജിന അവളുടെ നെറ്റിയിൽ പൊട്ടിട്ടു. അവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കണ്ടേ? മോള് വാ. ട്രേയിൽ ഗ്ലാസുകൾ നിരത്തി അതിൽ ചായ പകർന്ന് കമ്മാരൻ രാജിയുടെ കയ്യിൽ കൊടുത്തു. അച്ഛന്റെ കയ്യിൽ നിന്ന് ചായ ട്രേ വാങ്ങിയപ്പോൾ ചുണ്ടുകൾ അറിയാതെ വിതുമ്പി. അമ്മയുടെ സ്ഥാനം അച്ഛൻ ഏറ്റെടുത്തിരിക്കുന്നു. എന്താ മോളെ ഇത്? കരയ? ഇപ്പോ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? അവളുടെ കണ്ണിൽ ഉരുണ്ടുകൂടിയ നീർക്കണങ്ങൾ കമ്മാരൻ കണ്ടിരുന്നു. അച്ഛൻ അപ്പുറത്തേക്ക് ചെല്ല്, ഞാൻ വന്നേക്കാം. കണ്ണുകൾ കാൽവിരലിലൂന്നി രാജി പറഞ്ഞു. കമ്മാരൻ ഇടതു കൈകൊണ്ട് അവളെ താടി പിടിച്ചുയർത്തി വലതു കൈകൊണ്ട് ഒലിച്ചിറങ്ങിയ കണ്ണുനീർ തുടച്ചു മാറ്റി. നല്ല കുട്ടിയായി മുഖത്ത് സന്തോഷം വരുത്തിച്ചിട്ടേ അങ്ങോട്ട് വരാൻ പാടുള്ളൂ. കമ്മാരൻ പോയപ്പോൾ രാജി ചായട്രേയുമായി മന്ദം ഉമ്മറത്തേക്ക് ചെന്നു. അയാളുടെ മുന്നിലെത്തിയപ്പോൾ മനസ്സ് അരുതെന്ന് വിലക്കിയിട്ടും അത് ലംഘിച്ചുകൊണ്ട് നയനങ്ങൾ ആ മുഖത്തേക്ക് നീണ്ടു. ഒരു നിമിഷം രാജിയുടെ കണ്ണുകൾ വിടർന്നു. പെണ്ണിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ആവാം. അച്ഛന്റെ ശബ്ദത്തോടൊപ്പം മുറിവിട്ടിറങ്ങുന്ന അച്ഛനെയും ചെറുക്കന്റെ കൂടെ വന്ന സഹപ്രവർത്തകരെയും കടക്കണ്ണിലൂടെ കണ്ടു. ഇവിടെ ഇനി ഞാനും ഇയാളും മാത്രം. നിൽക്കാനും ഇരിക്കാനും പറ്റാത്ത അവസ്ഥയിൽ രാജി അവിടെ നിന്ന് ഞെളിപിരി കൊണ്ടു. ഇയാളെന്നെ മറന്നു കാണുമ്പോ ആവോ? അയാളുടെ ചോദ്യം. രാജി മുഖമുയർത്തിയില്ല. ഏയ്, ഒന്ന് ഇങ്ങോട്ട് നോക്കടോ, പരിചയമുണ്ടോന്ന് അറിയാലോ. മുഖം തെല്ലൊന്നുയർത്തി എന്നല്ലാതെ രാജിക്ക് അനക്കമുണ്ടായില്ല. ഓർമ്മയുണ്ടോ? വീണ്ടും അയാൾ ചോദിച്ചു. ചെറിയൊരു മൂളൽ. പേര് രാജി അല്ലേ? വീണ്ടും അതേ മൂളൽ. തനിക്ക് ഈ മൂളൽ ഭാഷയെ വശമുള്ളൂന്നുണ്ടോ? അന്നൊക്കെ തന്നെ കണ്ടപ്പോ നല്ല സ്മാർട്ടായിരുന്നല്ലോ, ഇപ്പോഴെന്താ ഊമയെ പോലെ? അയാളുടെ സംസാരം കേൾക്കാൻ രാജിക്ക് രസം തോന്നി. തനിക്ക് എന്റെ പേരറിയണ്ടേ? ഞാൻ കൃഷ്ണരാജ്. വിവരങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞു കാണുമല്ലോ. സ്വന്തമെന്ന് പറയാൻ എനിക്ക് ആരുമില്ല, ഒന്നുമില്ല. രാജിയെ കണ്ടെത്തിയ മുതൽ ഏകനായി നടന്ന് എനിക്കൊരു തുണ വേണമെന്ന് തോന്നി. ഇനി രാജിയുടെ സമ്മതം കൂടി അറിയണം. ഇഷ്ടമില്ലെങ്കിൽ തുറന്നു പറയാൻ മടിക്കേണ്ട. വന്ന വഴിയെ സ്ഥലം വിട്ടോളാം. രാജിയുടെ മറുപടിക്ക് വേണ്ടി ഏതാനും നിമിഷം കൃഷ്ണരാജ് മൗനിയായി. ദേ, പുറത്ത് തന്റെ അച്ഛനും എന്റെ സുഹൃത്തുക്കളും ഒക്കെ വെയിറ്റ് ചെയ്യുക. എന്തെങ്കിലും ഒന്ന് പറ. രാജിയുടെ മൗനം തുടരുന്നത് കണ്ട് കൃഷ്ണരാജ് ധൃതി പൂണ്ടു. അവൾ നാണം മറയ്ക്കാൻ ശ്രമിക്കാതെ കൃഷ്ണരാജിന്റെ മുഖത്ത് മിഴികളൂന്നി ഒരു മന്ത്രണം പോലെ പറഞ്ഞു, ഇഷ്ടമാണ്. പിന്നീട് രാജി അവിടെ നിന്നില്ല. അപ്പോ നമുക്കിതങ്ങ് ഉറപ്പിക്കാമല്ലേ? വീണ്ടും ഒത്തുകൂടിയപ്പോൾ കൃഷ്ണരാജിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു. അത് സ്ത്രീധനമായിട്ട് ഒന്നും വേണ്ടാന്ന് ബ്രോക്കർ പറഞ്ഞു. എന്നാലും വേണ്ട. കമാരന്റെ വാക്കുകളെ കൃഷ്ണരാജ് കൈയെടുത്ത് വിലക്കി. ആരോരുമില്ലാത്ത എനിക്ക് രാജിയെ പോലൊരു കുട്ടിയെ തരുന്ന അങ്ങയുടെ ഈ നല്ല മനസ്സ് മതി. എനിക്ക് സ്ത്രീധനമായിട്ടും പണ്ടങ്ങളായിട്ടും. കൃഷ്ണരാജ് പറഞ്ഞു. മോനെ ദൈവം അനുഗ്രഹിക്കും. കമാരന് കൃഷ്ണരാജിനോടുള്ള മതിപ്പ് ഇരട്ടിക്കുകയായിരുന്നു. പിന്നെ വീട്ടിൽ ആദ്യമായി നടക്കുന്ന ചടങ്ങ് വലിയ ആർഭാദത്തോടു കൂടി വേണമെന്ന് അങ്ങേക്ക് ആഗ്രഹമുണ്ടാവും. എങ്കിലും എന്റെ അവസ്ഥയെ കരുതി അതൊക്കെ ഒഴിവാക്കണം. എല്ലാം മോന്റെ സൗകര്യം പോലെ അങ്ങ് നടത്താം. കമാരന് ഒന്നിനും എതിരഭിപ്രായമില്ലായിരുന്നു. അങ്ങേക്ക് അസൗകര്യമൊന്നുമില്ലെങ്കിൽ മെയ് 10 ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിൽ വെച്ച് നടത്താം. അങ്ങനെ കൃഷ്ണരാജിന്റെ അഭിപ്രായത്തോട് എല്ലാവരും യോജിച്ചു. യാത്ര പറഞ്ഞു പോകുന്ന കൃഷ്ണരാജിനെ ജനൽ വിടവിൽ കൂടി രാജി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നടക്കുമ്പോഴുള്ള അവന്റെ മെയ്യനക്കം അവളെ വല്ലാതെ ആകർഷിച്ചു. ഒരു പെണ്ണ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഗുണങ്ങളും അവൾ കൃഷ്ണരാജിൽ ദർശിച്ചു.
അച്ഛൻ നിർബന്ധിച്ചില്ലായിരുന്നെങ്കിൽ തനിക്ക് ഇയാളെ നഷ്ടപ്പെടുമായിരുന്നില്ലേ എന്ന് ഒരു നിമിഷം അവൾ ചിന്തിച്ചു. കമ്മാരനാണെങ്കിൽ ഒരു പുതുജീവൻ കൈവന്നവനെ പോലെ. എന്റെ കുട്ടിക്ക് ഇത്രയും നല്ലൊരു ചെറുക്കനെ തീരെ പ്രതീക്ഷിച്ചില്ല. എന്തായാലും എന്റെ സങ്കടം ദൈവം അറിയുന്നുണ്ടല്ലോ. കമാരൻ ആശ്വാസോച്ഛ്വാസം പുറപ്പെടുവിച്ചു. കല്യാണത്തിന് തലേ ദിവസം രാത്രി കമാരൻ രാജിയെ അയാളുടെ മുറിയിലേക്ക് വിളിപ്പിച്ചു. മോളുടെ കല്യാണമാ നാളെ. പട്ടിലും പൊന്നിലും പൊതിയാനുള്ള ദിവസമാ. എന്നിട്ടും ഒരു പൊൻതരി പോലും വാങ്ങിത്തരാത്ത ഈ അച്ഛനോട് മോക്ക് വെറുപ്പ് തോന്നുന്നില്ലേ? ഒന്നും വേണ്ടച്ച, ഇവിടുത്തെ കാര്യം എനിക്കറിയാവുന്നതല്ലേ, രാജി പറഞ്ഞു. എന്നാലും മോളെ അങ്ങനെ അങ്ങ് വിടാൻ ഈ അച്ഛനാവോ? കമാരൻ എഴുന്നേറ്റ് കട്ടിലിനടിയിൽ നിന്നും പഴയ ഇരുമ്പ് പെട്ടി കയ്യിലെടുത്തു. അമ്മ മരിച്ചതിൽ പിന്നെ അച്ഛൻ ആ പെട്ടി തുറക്കുന്നത് കണ്ടിട്ടില്ല. പിന്നെ ഇപ്പോഴെന്തിനാണാവോ അച്ഛൻ ആ പെട്ടി എടുത്തത്? രാജി ആലോചിച്ചു. നിന്റെ അമ്മ മരിച്ചതിന്റെ 3-ാം പക്കം പൂട്ടിയതാ ഈ പെട്ടി. പൂട്ടിയ ഉടനെ താക്കോൽ കുപ്പയിലേക്ക് എറിയുകയാണ് അച്ഛൻ ആദ്യം ചെയ്തത്. കാശിനു വേണ്ടി പലരുടെയും വഴക്ക് കേട്ടിട്ടുണ്ട്. മുണ്ട് മുറുക്കിയെടുത്ത് പട്ടിണി കിടന്ന ദിവസങ്ങളും വിരളമല്ല. എന്നിട്ടും ഞാനിത് തൊട്ടില്ല. എനിക്കറിയാം ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാകുമെന്ന്. ആ പെട്ടിയിൽ വിലപ്പെട്ട എന്തോ ഉണ്ടെന്ന് അന്നേ തോന്നിയതാണ്. ഇപ്പോഴത് തീർത്തും ബോധ്യമായി. അതിനുള്ളിൽ എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ രാജിക്ക് പെരുത്തു. മോള് ഷെഡിൽ പോയി ആ ചുറ്റിക എടുത്തോണ്ട് വാ, ഖമാരൻ പറഞ്ഞു. രാജി പണിയായുധങ്ങൾ സൂക്ഷിക്കുന്ന ഷെഡിൽ നിന്ന് ചുറ്റിക എടുത്ത് പെട്ടി പരിശോധിക്കുന്ന കമ്മാരന് മുമ്പിൽ വെച്ചു. ആ ചുറ്റിക കൊണ്ടയാൾ പൂട്ടിന്മേൽ ആഞ്ഞിടിച്ചു. അങ്ങനെ 4-5 പ്രാവശ്യം ഇടിക്കേണ്ടി വന്നു ആ പൂട്ട് തുറക്കാൻ. ശബ്ദം കേട്ട് ഉറക്കത്തിൽ നിന്ന് ഉണർന്ന അജിനയും ബിന്ദുവും അവിടേക്കെത്തി. അവിടെയുള്ള 6 കണ്ണുകളും കമ്മാരൻ തുറക്കാൻ പോകുന്ന ഇരുമ്പ് പെട്ടിയിലേക്ക് ചാഞ്ഞു. അതിലുണ്ടായിരുന്നത് മരിക്കും മുമ്പ് അവരുടെ അമ്മയുടെ കഴുത്തിലുണ്ടായിരുന്ന 10 പവനോളം തൂക്കം വരുന്ന നാഗത്താലി മാലയായിരുന്നു. അച്ഛൻ ആ മാലയെടുത്ത് വിടർത്തിയപ്പോൾ അതിന് പിന്നിൽ അമ്മയുടെ ചിരിതൂകുന്ന മുഖമുണ്ടോ എന്ന് തോന്നിപ്പോയി രാജിക്ക്. അമ്മ പോയതോടെ ആ മാലയുടെ ഓർമ്മയും. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. നാളെ കാണാം. നന്ദി.